ചന്ദ്ര കിടിലും എന്റെ അമ്മ സിൽക്ക് ഷർട്ടോ കഴിഞ്ഞിട്ട് ഗ്യാങ്ങിലെ ഒരുത്തിന് കല്യാണം കളവണമെന്നും പറഞ്ഞു വരരുത്. നീ എക്സ്പെഷ്യലി വരരുത്. നിന്റെ അടുത്ത് ഞാൻ ആദ്യം ഒരു 100 വട്ടം ചോദിച്ചു. അണ്ണ സത്യം പറഞ്ഞ രക്ഷപ്പെട്ടു. ഇപ്പൊ എലിയെ കെട്ടിയിരുന്നെങ്കിൽ അണ്ണ വീട് തന്നേരത്ത. ഇതിപ്പോ ബോണസ് ആണ്. ഇതിപ്പോ ദർശന കച്ചനുണ്ട്. ദർശന ഇപ്പൊ നിങ്ങളെല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ ദർശനക്ക് അച്ഛനില്ല. ഇല്ല അപ്പൊ അണ്ണ വീണ്ടും തന്തയില്ലാത്ത. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അണ്ണ, അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് അച്ഛനുള്ള ആരെങ്കിലും നോക്കണോ അണ്ണന് വേണ്ടിട്ട്? ഞാൻ മാട്രിമോണി ഇനിയിപ്പോ എന്റെ കാര്യം നടക്കുമല്ലേ ഇപ്പൊ എന്തായാലും. തിരിച്ചു വന്നോടാ കണ്ടെത്തി. ഞാൻ എല്ലാവരുടെ ഒരു കാര്യം പറയണേ, എല്ലാമാരുടെ ഒരു കാര്യം പറയണേ. സിറ്റിയിൽ എവിടെ നടക്കാനും പീഡിക്ക് റൈറ്റ് ഉണ്ട്. നമ്മൾ പീഡി അനാവശ്യമായിട്ട് ചൊറിയരുത്. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ എല്ലായിടത്തും പറയുക, പീഡിയുടെ അടുത്ത് അനാവശ്യമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തിനെ കണ്ടാൽ ഞാൻ എനിക്ക് ഉണ്ട്. ഏബലെ നിന്നെ എടുത്ത് കളയുവേ. കാരണം നമുക്ക് ഗാരു വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് നടക്കണ്ടല്ലോ. അത് ഭയങ്കര കാര്യമാണ് സാറേ, ഒന്നും പറയണ്ട. നീ ഒരു മുണ്ട് ഷർട്ട് ഇട്ടാ പെട്ടെന്ന്. ഞാൻ മാറുന്നില്ല കേട്ടോ. നമ്മളാരും മാറില്ല, നമ്മളാരും മാറണ്ട. അവര് മാറട്ടെ, അവൻ മാറട്ടെ. ഇട്ടേണ്ടാ മോനെ. എടാ ഇത് എത്ര പേരുണ്ട് നമ്മുടെ ഗ്യാങ്ങിലെ? മിണ്ടത് ആരും മിണ്ടത്. ഞാനിന്ന് മുണ്ടെടുക്കത്തില്ല. ഇന്ന് ചന്ദ്രനാണ് കൈസ് ഹൈലൈറ്റ്. ഇന്ന് ചന്ദ്രൻ ഹൈലൈറ്റ്. ഇന്ന് ഞാൻ മുണ്ടെടുക്കത്തില്ല. കല്യാണത്തിന് മുണ്ടെടുക്കാൻ ഇന്ന് എനിക്ക് കുറച്ച് ജെൻസി ആയിട്ട് പോകണം. എനിക്ക് എന്നാലേ അവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അണ്ണൂനെ കൂട്ടിട്ട് 8 പേരുണ്ട്. എടാ നമ്മുടെ ഗ്രേറ്റ് ഗോഡ് ഫാദർ പറഞ്ഞിട്ട് ആരും വരാൻ എന്താ ഇന്ന്? ഞാൻ പറഞ്ഞിട്ടില്ല ആരെടുത്തും. ഞാൻ ഇന്നലെയാണ് പറഞ്ഞത്. പക്ഷെ നിന്നെ കുറച്ചാള് നിനക്ക് നിന്റെ ശല്യം ഇല്ലായിരുന്നല്ലോ. നീ വീണ്ടും വന്നാ? നീ വരാതിരിക്കണ നല്ലതാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കുറച്ച് നാള് വെടിവീരനായിട്ട് നടന്ന, അത് കഴിഞ്ഞ് കുറച്ചാള് ഭ്രാന്തനായിട്ട് നടന്നു. നീ വാ തുറന്നു കഴിഞ്ഞാൽ നിന്നെ ഞാനിവിടെ ഉറക്കും. ഞാൻ സംസാരിച്ചുറക്കും. നിനക്ക് അറിയാലോടാ, നിന്റെ നിമ്മുന്റെ അറിയാലോ ജോക്കി, നിന്റെ നിമ്മുവിന്റെ പേര് വരെ എടുത്ത മനുഷ്യനായത് അറിയാലോ നിനക്ക്. നീ കൂടുതൽ സംസാരിക്കരുത് ജോക്കി എടുത്ത്. ഞാൻ സംസാരിച്ച് അങ്ങേരി നിനക്ക് വേണ്ടി ചെയ്യാനൊന്നും ഇല്ല. നമ്മുടെ ഓജി ഓഡിയൻസിന് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടാ. 7 പേരുമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നാണക്കേടില്ല. ഒരു നാണക്കേടുമില്ല. ഞാൻ പറയട്ടെ, ബാക്കിയുള്ളവന്മാരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് സ്കൂള് വിട്ടാണോ? അതെ, 10-35 പേരുണ്ട്. ഇവന്മാരെ തന്നെ മാനേജ് ചെയ്യാൻ പാടാ. ഈ പോണ വഴിക്ക് ജോക്കി ചെയ്തണ്ട്. ഇപ്പൊ തന്നെ ഒരുത്ത പീഡിയുടെ പുറകെ പോയി. ഇനി ഈ പോണ വഴിക്ക് ഇപ്പൊ മുമ്പേ തല്ലുള്ളികളും എല്ലാം വരും. അതിന്റെ ആളുണ്ടെങ്കിൽ ഇവന്മാർ അങ്ങോട്ട് പക്ഷെ ഈ ഗ്ലാസ് മാത്രമല്ല, ഒരു കൂളിംഗ് ഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ് വെക്ക്. ഈ ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ് വെക്ക്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. അവിടെ പോകുന്നു, കാണുന്നു, കാര്യങ്ങള് ഞാൻ പറയാം. എന്നിട്ട് നീ പറ കേട്ടാ. കാര്യങ്ങള് പറയുന്നു, ഒരു ചായ കുടിക്കുന്നു, പിരിക്കുന്നു. വേണമെങ്കിൽ ഒരു ജയ്ഹിന്ദും കൂടെ വിളിക്കാം അവസാനം. ഞാൻ വെളിയിൽ പോയി അവിടുത്തെ കാര്യം ഒന്നും വിളിച്ച് പറഞ്ഞില്ല. ഇവൻ കേൾക്കും. ചന്ദ്രന്റെ പെണ്ണുകളാണ് നാണം എനിക്കാ. പക്ഷെ അച്ഛൻ ചന്ദ്രന് മാത്രമേ കിട്ടുള്ളൂ. ചന്ദ്രൻ നമ്പർ பொண்ணு வந்து புடவை வாங்கிட்டு இருக்காங்க. மேக்கப் കഴിഞ്ഞോ? കഴിഞ്ഞു, பண்ணிட்டே இருக்காங்க. மேக்கப் தான் பெரியம்மா தான் போட்டு விட்டாங்க மேக்கப். ഓ, ഒരു ലോഡും പുട്ടിയിട്ടോ കേട്ടോ. പ്രായം തിരിച്ചറിയാൻ പാടില്ല. ഓക്കേ ഓക്കേ ഓക്കേ, ഫുള്ളാ എല്ലാം സെറ്റ് ആക്കിട്ട് വിളിക്കறேன். അവിടെ പോയി. എടാ, ചായ കൊണ്ടുവരുമ്പോ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതൊന്നും വരണം. മനസ്സിലായോ? എല്ലാം ടൈമിംഗ് അനുസരിച്ച് നീ കറക്റ്റ് ആയിട്ട് ചെയ്യണം.
சவுண்ட் வரணுமா பேக்ரவுண்ட்ல டுட்டுடுனா ஏதாவது பேர் சொல்ல பெரியப்பா ഇത് നീ അങ്ങനെ ശബ്ദം ഉണ്ടാക്കണ്ട ഏതെങ്കിലും റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടിട്ടാ മതി ഓ അതുപോലെ ആ ഓക്കേ അതെ ഓക്കേ ശരി ഈ ചെറുക്കൻ ഇത് ചന്ദ്രനെ പോലെ ഒരു വിവരം ഇല്ലാത്തവനവന് ചന്ദ്ര നീ വീണ്ടും ഡ്രസ് മാറിയോടാ എടി ചന്ദ്രൻ അല്ലടാ ഇത് അല്ലേ ഇത് വേറെ ആരും ഒളിഞ്ഞു ഒരു കാര്യം പറയട്ടെ ഇങ്ങോട്ട് വന്നേ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട് ഇത് ഇത് ഇതേ ഇത് ആദ്യം എന്തൊരു ജോക്കി എത്ര വട്ടം ഇതെന്ന് പറഞ്ഞറിയോ എന്റെ അടുത്ത് എടാ ഞാൻ ഇതെന്നല്ലേടാ പറഞ്ഞു അത് ജോക്കി ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുക ഒത്തിരി വട്ടം പറഞ്ഞു ഒത്തിരി വേണമെങ്കി പോലെ ജോക്കി നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ വാസു അപ്പൊ എന്താ പ്രശ്നം അറിയോ ഇത് ഞാൻ അവിടെ ചെന്നിട്ട് നമ്മൾ സംസാരിക്കണം നമ്മൾ സംസാരിച്ചിട്ട് ഡേറ്റും കാര്യങ്ങളൊന്നും അപ്പൊ ഫിക്സ് ചെയ്യുന്നില്ല നമ്മൾ പിന്നെ കാണാൻ പോകുന്നത് ചെറുക്കൻ പെണ്ണിന് ഇഷ്ടമാണോ നമുക്ക് അറിയണ്ടേ അതെ 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 പിന്നെ ഞാനൊരു കാര്യം ജോക്കി എടുത്ത് ആദ്യമേ അങ്ങോട്ട് പറയാം ഈ ചന്ദ്രൻ അവനിപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ PR വർക്ക്സ് ഒക്കെ ചെയ്ത് ക്യാരക്ടറിനെ ഒരു ഓറയിൽ കീപ്പ് ചെയ്ത് ഇങ്ങനെ വലിയ ആളായിട്ട് വെച്ചിരിക്കുക പോലീസ് വണ്ടിയൊക്കെ മോട്ടിക്കുന്ന വലിയ ഗുണ്ട അപ്പൊ ചന്ദ്രന്റെ പ്രൈം ആണെന്നാണ് ചന്ദ്രൻ വിശ്വസിക്കുന്നത് അപ്പോ ചന്ദ്രൻ ഇപ്പൊ ലോക്ക് ആവാൻ താല്പര്യമില്ല കാരണം ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റി കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളൊന്നും മൈൻഡ് ചെയ്യത്തില്ല അവൻ അങ്ങനെ ഒരു ഇതുണ്ട് നമ്മള് മാക്സിമം ഇതങ്ങ് നടത്തുക എന്നുള്ള ഒരു രീതിയിൽ അങ്ങ് നടത്തണ്ടേ എന്തോ ഇത് അവൻ അല്ലേലും ഇല്ല അവൻ ഇല്ലേലും ഇല്ല മറ്റേ ഹീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പട്ടിക്കുട്ടിയുടെ അവസ്ഥ മനസ്സിലായോ അവനതൊക്കെ അറിയാനുണ്ടോ നല്ലൊരു ദിവസം വെളുപ്പ് മതി ചന്ദ്ര ഇത് കറുത്ത ആരെങ്കിലും മരണത്തിന് പോവാണോടാ ഇതിടണ്ട സ്വന്തം കല്യാണത്തിന് ബ്ലാക്ക് ഡ്രസ് ഇട്ട് വന്നാ ഞാൻ എങ്ങനെ ഇവനെയൊക്കെ എന്ത് പറയാനാ എന്ത് ബേസിസിലാടാ അതിനകത്ത് വെച്ചേക്കുന്നത് എടാ നിന്റെ സെലക്ഷൻ ഇല്ലേ അത് മറ്റേ തീട്ടത്തിനകത്ത് ഈച്ച മനസ്സിലായോ നീ ദയവിൽ സജസ്റ്റ് ചെയ്യല്ലേടാ കീരി നല്ലൊരു ഉടുപ്പിട്ടോണ്ട് വന്ന അതിനെ ബ്ലാക്ക് ഡ്രസ് ഇട്ട് വെളിപ്പിച്ചിരിക്കുന്നു ഞാൻ ഇടുന്നതിലൊന്നും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാവർക്കും അറിയാം എടാ നിങ്ങൾ ചന്ദ്രൻ എടുത്തോണ്ട് ഞങ്ങളൊരു ഹൈലി കോൺഫിഡൻഷ്യൽ കാര്യം ഡിസ്കസ് ചെയ്യണം ഹൈലി കോൺഫിഡൻഷ്യൽ നിമ്മിയുടെ പേരെടുപ്പാണ് അവനിവിടെ നിക്കുന്നുണ്ടാ വീണ്ടും മാറ്റിയില്ലല്ലേ ഇവനെ അങ്ങോട്ട് മാറിയിക്കാ വെള്ളവും ഇതൊക്കെ തിന്നണേ കറക്റ്റ് സമയത്ത്. അയ്യോ അത് ഞാൻ കറക്റ്റ് ആയിട്ട് തിന്നുന്നുണ്ട്. വീണ് കഴിഞ്ഞാൽ അപ്പൊ ഓറ പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി അത് നോക്കിയിരിക്കുന്നത് ആക്ച്വലി. ഈ സിറ്റിയിൽ തിന്നാനും എടുക്കാനും ആക്കാനും മാത്രമേ സമയമുള്ളൂ. അപ്പൊ മാക്സിമം ലോക്ക് ആക്കാനാണ് നമ്മുടെ ശ്രമം. മാക്സിമം ലോക്ക് ആക്കണം. കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് നടന്നു കഴിഞ്ഞിട്ട് മനസ്സിലായോ, ഇത് കഴിഞ്ഞാൽ ഒരു കല്യാണം ഇല്ല. ഇതാണ് ആദ്യത്തെയും അവസാനത്തെയും ഈ ഗ്യാങ്ങിന്റെ ഒരു കല്യാണം. പിന്നെ കല്യാണം ഇല്ല, കളവാണം ഇല്ല, പെണ്ണില്ല, പേരില്ല, കുട്ടിയില്ല, ഒന്നുമില്ല. മനസ്സിലായോ? പിന്നെ ഇത് നടത്തി കൊടുത്തിട്ട് നിനക്ക് അതിന്റെ ഇടയിൽ കൂടെ ഗ്യാപ്പ് അടിക്കണമെങ്കിൽ മുനീറേ അപ്പം ആ ഒരു പരിപാടി നടന്നില്ല വാസു. നിന്റെ അടുത്ത് ആരും ചോദിച്ചായിരുന്നു. അപ്പം ഇത് നമ്മൾ നമ്മളെ പിള്ളേരുടെ അടുത്ത് ഇത് എത്തിക്കണം. ഇതിനാണ് ഞാൻ ഒരു ഗ്യാങ് മീറ്റിംഗ് വെക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇത് നടന്നു കഴിഞ്ഞാൽ ചന്ദ്രന് മാത്രമേ ഉള്ളൂ പെണ്ണ്. കാരണം അവന് മറ്റേ കുട്ടിയുടെ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ വളർന്ന പ്രായത്തിൽ അച്ഛൻ വേണമല്ലോ. ഒന്നാതെ യാതൊരു മുണ്ട് ചെറുക്കനാ അത്. മുണ്ട് ചെറുക്കനാ അത്. മനസ്സിലായോ? അപ്പം ഇരിക്കട്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കാര്യമായിട്ട് ഞാൻ പറയുക, മാസം കണക്ക് അണ്ടി ഫാക്ടറിയുടെ മറ്റേ സാധനം മറ്റു സാധനം എല്ലാം കിട്ടണം. നീ കുറച്ചുകൂടെ ഫോക്കസ് ആവാനുണ്ട് വാസു. നിനക്ക് എന്തൊക്കെയോ ഒരു വന്നല്ലോ. ഇത് എന്തരടേ ഇപ്പൊ ഞായറാഴ്ച പള്ളി പോകാൻ പോകുന്നത്? എടാ ഇവൻ എന്തരടാ ഇവന്റെ പ്രശ്നം? ഇവനെയൊക്കെ എടാ ഈ ഗ്യാങ്ങിൽ നിൽക്കുന്ന എല്ലാരും ഇങ്ങോട്ട് വന്നേ. എല്ലാരും ഇങ്ങോട്ടൊന്നോ. ചന്ദ്ര ഒഴിച്ചു ഇന്ന് ഇത്രയും പേരേ ഉള്ളൂ. ഞാൻ കാര്യമായിട്ട് പറയാം. ഇതാരാ ഗുഗു? ഗുഗു ഇതാരാ? ഇത് ഗെറ്റ് റെഡി വിത്ത് മീ ആർപിന്ന്. അവിടെ കൊറേ ആൾക്കാർ അവിടെ മേക്കപ്പ് ഇടുന്നത്, സാരി മൂടി. ഇവിടെ ഒരാള് മുണ്ട്
ശരിക്കുള്ള പെണ്ണാണല്ലോ ഇത്. ജോക്കി ഒരു മിനിറ്റ് ഒന്നേ. കുഴപ്പമില്ല, ഇവിടെ നിന്ന് പറയാം. ജോക്കി കേക്കാവോ? ഒരു മിനിറ്റ് വാസു, ഒരു മിനിറ്റ്. ചാടിയടാ. ഹലോ ചന്ദ്ര കിടിലും. എന്റെ അമ്മ സിൽക്ക് ഷർട്ടോ. ഇവിടെ എന്ത് ലുക്ക്, ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ നിനക്ക്? ഷൂ ഒഴിച്ച് ബാക്കി എല്ലാം കൊള്ളാളിയാ. ഞാൻ അപ്പഴേ പറഞ്ഞ ലോഫർ ഇടാൻ ചെരുപ്പില്ല വീട്ടിലോട്ട് ചിരിച്ചായിരുന്നു. കീരിലുണ്ടോ ഇവിടെ? പണ്ട് ഗോവൽ പോയി പണ്ട് ഓർമ്മയുണ്ടോ അവങ്ങനെ ഷൂട്ട് ഇട്ടുണ്ടെന്ന്? 5000 പറ്റിയോട് പറയരുത് കേട്ടാ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ തന്നെ അവൻ ഇടിക്കും ഇവിടെ ഇട്ട് അവൻ ചിരിച്ച മോൻ അടക്കാതോ അവിടെ നിൽക്കണ കേട്ടോ. എല്ലാം റെഡി അല്ലേ? എല്ലാം റെഡി. ഞങ്ങളിതാ ഇവിടെ എല്ലാം റെഡി. ഞങ്ങളിവിടെ ചെറുക്കനെ ഒരുക്കി എല്ലാം സെറ്റ് ആക്കി കേട്ടാ. ഓക്കെ പെരുമ കിട്ടി കൊടുക്കും. ഹലോ ഹലോ പെരിയമ്മ ഇവള. ഹലോ കേക്കോ? ഞങ്ങള് കുടുംബത്തിൽ പറഞ്ഞ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരികയാണ്. അപ്പം ഈ ചന്ത വർത്താനം അവിടെ ദയവ് ചെയ്ത് ഇന്ന് തൽക്കാലം ഒരു ദിവസത്തേക്ക് എന്നോടുള്ള ശത്രുതയൊക്കെ മറന്ന് വേണം ബിഹേവ് ചെയ്യാൻ. ദയവ് ചെയ്ത് നല്ലൊരു ദിവസമാണ്. ഞങ്ങളെ ഒരു കുടുംബക്കാര് മൊത്തം ഇവിടെ ഉണ്ട്, നിൽപ്പുണ്ട്. നമ്മളൊരു തറവാട്ടുകാരാണേ. അപ്പം നിങ്ങളുടെ തറവാടിന്റെ പേരെന്താണ്? വെച്ചിട്ട് വേണം. തറവാടിന്റെ പേര് എലിയില്ല. അപ്പം നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ വകയിലുള്ള പിള്ളേരൊക്കെ. അപ്പൊ ആ പെൺപിള്ളേരടുത്തൊന്നും കോഴിത്തരൊന്നും കാണിക്കരുത്. ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം എന്റെ പൊന്നു സാറേ ഇങ്ങോട്ട് വരാൻ. എനിക്കതിന്റെ ആവശ്യകതയില്ല. എനിക്കതിന്റെ മനസ്സിലായ? അതെ മനസ്സിലായി സാറേ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ദയവ് ചെയ്ത് ഒരു നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം. അവിടെ വെച്ച് വെറുതെ ആവശ്യമില്ലാതെ എന്റെ അടുത്ത് സംസാരിച്ചിതാക്കരുത്. അല്ല മിസ്റ്റർ പരന്തുവാസു, നിങ്ങളുടെ ഈഗോയും കൂടെ കളഞ്ഞിട്ട് വേണം നമ്മുടെ അടുത്ത്. എനിക്ക് ഈഗോ എന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പൊ എനിക്കില്ല മിസ്റ്റർ. അപ്പൊ അത് മറക്കാനാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അത് മറന്നു മിസ്റ്റർ പരന്തുവാസു. അവിടെ ഇല്ലത്ത് കാണാം. എടാ സ്പീക്കർ ഒന്ന് മാറ്റൂടാ. ഇനി ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്ത് പെരിയമ്മാവ് കിട്ട ഈ ഫോൺ കൊടുത്താൽ നിന്റെ മുട്ടുകാലി എന്താ? ഞാൻ പറഞ്ഞില്ലേ ഷീ സ്റ്റിൽ ലവ്സ് മീ. എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനെയല്ല. ഐ ഡോണ്ട് ഫക്കിംഗ് കെയർ. എടാ വാ എല്ലാരും വാ. എടാ ഇല്ല എടാ ഒരു ഗരാജിൽ പോണല്ലോ. ചന്ദ്രനും ജോക്കിക്ക് ഇരിക്കാൻ എനിക്കൊരു നല്ല വണ്ടി എടുക്കണം. വാ, 2 വണ്ടി എടുക്കണം. വാ മസ്താങ് എടുക്കണം. മസ്താങ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ചന്ദ്രൻ എന്റെ മസ്താങ്ങി വന്നാൽ മതി കേട്ടോ. ഞാനും ജോക്കിയും വേറൊരു വണ്ടി എടുക്കാം. എന്നിട്ട് ചന്ദ്രനെ ഒരാളെ ഡ്രൈവർ കൂടെ വേണം. ചന്ദ്രന് കറക്റ്റ് ഡോറൊക്കെ തുറന്നു കൊടുക്കണം, കുട എടുത്ത് പിടിക്കണം, എല്ലാം ചെയ്യണം കേട്ടോ. അറിഞ്ഞു ചെയ്തോണേ. ഏറ്റവും ലാസ്റ്റ് ആയപ്പോ വന്ന് പെട്ടെന്ന് വരുമോ? ഇനി നിങ്ങൾക്ക് ആ 1/2 മണിക്കൂർ നിക്കണോ? എടാ ഗരാജിന്റെ ലൊക്കേഷൻ പറഞ്ഞോ. പുള്ളിയുടെ അങ്ങോട്ട് വരാൻ പറ. പട്ടിക്ക് ഷൂസ് ഉള്ളതിട്ടോണ്ട് വാടാ. സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം. ഫോൺ ഭയങ്കര ശല്യമാണ്. ചന്ദ്ര ഞാൻ ജോക്കി നിങ്ങൾക്ക് ആർക്കും ഉത്തരവാദിത്വം ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഒരു കാരണവര് വേണ്ട ജോക്കി. നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് അങ്ങനെ വന്ന് ഒരു ഇവിടെ കൊണ്ട് നിർത്തി തന്നാ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇവിടെ അറേഞ്ച് ചെയ്യണേ. ഇതിന്റെ പുറകിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതിനകത്ത് നീ പ്രസവം കഴിഞ്ഞ പശുവിന്റെ പിന്നെ ദേഷ്യം വരല്ലേ ജോക്കി? പിന്നെ ഇത് ഇല്ല ഞാൻ വേറെ നല്ല വണ്ടി എടുത്തു തരാം നിനക്ക്.
അണ്ണാ കിടില വണ്ടി അണ്ണാ. എടാ, ഇതിനൊക്കെ കിടിലൻ വണ്ടി ഇല്ലടാ. ഇത് സെറ്റ് നീ ഇതിനകത്തോട് കേറിയടാ ചന്ദ്ര. ചാണകം വണ്ടി പോണല്ലോ. എടാ ഇതിന്റെ ഡ്രൈവർ ആരാ? വണ്ടി എടുത്ത ഒരു വണ്ടി എടുക്കാവേ. വേറെ ഏതായിരുന്നു? ബ്രോങ്കോ എടുക്കണം. കൊടയാ? എടാ കൊടയൊന്നും വേണ്ട. ഇവരെന്താ ഉത്സവത്തിനോടൊന്നും ആനയൊന്നും അല്ലല്ലോ. പയ്യ മതി. ഇതൊക്കെ എന്താണ് ഇതൊക്കെ? ഇതൊക്കെ ഇങ്ങോട്ട് കേറ്. വണ്ടി ഒന്ന് കഴിയണമായിരുന്നല്ലോ. എന്തിന്? എടാ നമ്മളെ പവർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ റോ ആയിട്ട് നടക്കുന്നേ, മനസ്സിലായോ? ചന്ദ്രൻ കുളിച്ചിട്ടില്ലല്ലോ. കുളിക്കാതെ പെണ്ണ് കാണാൻ പോകുന്ന ആദ്യത്തെ മനുഷ്യൻ. ഞങ്ങളുടെ വണ്ടി ഫ്രണ്ടിൽ ആ ഗ്യാങ് വണ്ടി ഞാൻ ലോക്ക് ചെയ്തേ. എടാ ഒരു വണ്ടിയുടെ എടുത്തു തരാടാ. സൗണ്ട് കേട്ടോ, സൗണ്ട്. എടാ ഇന്നലെ ഗ്യാങ് വണ്ടി വേണ്ട, ഗ്യാങ് വണ്ടി മാറ്റിട്ട് അത് സൈഡ് ആക്കുക. ഞാൻ വേണം ഒരു വണ്ടി എടുത്തു തരാം. പെണ്ണ് കാണാൻ എന്റെ കയ്യിലുള്ള എല്ലാ പൈസയും പോയി. പെണ്ണ് കാണാനല്ല, ഓട്ടോച്ചോ. ഇല്ല, അത് നമ്മൾ അങ്ങനെ ആണല്ലോ. ആരാണോ ഇതൊക്കെ? നമ്മൾ നല്ല കാര്യത്തിന് പോയല്ലേ ബ്രോ. ഞാൻ എന്റെ മിസ്റ്റേക്കാ. ഞാൻ അറിയാതെ വണ്ടി എടുത്ത് തൊഴിലോട്ട് വെച്ചാ, രണ്ട് സൈഡ് നോക്കാതെ. ഇല്ല ബ്രോ, ഇതെന്റെ മിസ്റ്റേക്കാ. ഇതെന്റെ മിസ്റ്റേക്കാണോ? പറഞ്ഞില്ലേ, ഇതെന്റെ മിസ്റ്റേക്കാണിത്. ഇത് ഞാനാണ് മിസ്റ്റേക്ക് വരുത്തിയത്. ഇത് ഞാനാണ് മിസ്റ്റേക്ക് വരുത്തിയത്. ഞാൻ രണ്ട് സൈഡ് നോക്കാതെ വണ്ടി ഇറക്കി വെച്ചത്. ആ ചന്ദ്രൻ വരും. ഞങ്ങക്ക് സമയമില്ല, മാറിക്കണം. എന്റെ മിസ്റ്റേക്ക് ആണോ അത് ചന്ദ്ര? എന്തൊക്കെ എടാ പയ്യ വായ ചന്ദ്ര. ആ ചന്ദ്ര, എനിക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാവൂലേ? എടാ ഞാൻ നിന്നെ മോനെ പോലുള്ള വളർത്തി ഇത്ര നാള്. ചന്ദ്ര വാസു, ഞാൻ കാര്യം പറയട്ടെ. രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ ഈ സിറ്റി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണം പിന്നല്ല നോക്കി, പിന്നല്ലാതെ. എടാ ഞാൻ നിന്നെ അവസാനത്തെ ചോദ്യം ചെയ്യണോ ചന്ദ്ര? ഈ അവസരത്തിൽ അതൊക്കെ ചോദ്യം ചെയ്യണോ? പയ്യെ വന്നാ മതി, പയ്യെ വന്നാ മതി. എടാ പയ്യെ വാടാ, പുറകിലുള്ളമാര് പയ്യെ. ഇവരല്ല കാട്ടുമുക്കിലാണോ താമസം? കുടുംബമൊക്കെ അന്വേഷിച്ചായിരുന്നു. ഈ കുടുംബ വീടുകളൊക്കെ കുറച്ച് ഉള്ളിലോട്ടല്ലേ? ഞാൻ അങ്ങനെ പെണ്ണിന് 3 തന്തമാരുണ്ടെന്നാ. ഇങ്ങനെയൊക്കെ പറയുന്നേ. ചന്ദ്രനെ ആലോചിച്ചിട്ട് മാത്രം. റിപ്പയർ ചെയ്യണമെങ്കിൽ ഓ അവിടെ റിപ്പയർ ചെയ്യാൻ അടി. എനിക്ക് വീണ്ടും പിങ് ആയെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് എടാ എന്താ അപ്പുക്കുട്ട കല്യാണ നീ നമ്മളോട് കാണുമെന്ന് കേറേ. ഇല്ല ജോക്കി പഴഞ്ചനാവല്ലേ ജോക്കി? അണ്ണാ അതെ വണ്ടി എന്ത് കേട്ടില്ല. എന്നാലും എടാ ചന്ദ്ര, നീ ആ വണ്ടിക്കകത്ത് കുറച്ചേരം അടങ്ങിയിരുന്നേ. നിന്നെ ഞങ്ങൾ എത്തിച്ചോളാം. നിന്റെ മറ്റേ കുറുമ്പൊന്നും ഇന്ന് വേണ്ട. ഇന്ന് നീ മെയിൻ റോൾ അല്ല, മാറിക്കും. കുറച്ച് കഴിയുമ്പോ നിനക്ക് മെയിൻ റോൾ ആക്കി തരാം.
17.3K വാച്ചിങ് ദ സ്ട്രീം. നമ്മളിവിടെ വേറെ ഒന്നും ചെയ്യല്ല, ഡൂയിങ് RP. അത് ചെയ്ത് പുള്ളിയുടെ സാധനമാണ്, മനസ്സിലായ? ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ഗൈസ്. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. എടാ റെഡിയല്ലേ? പോവാം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. വാ. ചന്ദ്ര കേറിയില്ലേ? അതിന്റെ ഇടയിലൊരു നാട്ടു വർത്താനം